നമസ്കാരം. നിമിഷപ്രിയയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. എനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. രാവും പകലും തുടർച്ചയായി ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കഴിഞ്ഞ മാസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും പ്രേമകുമാരിയുടെ ആഗ്രഹങ്ങൾക്ക് സാഫല്യം പോലെ ആയിരിക്കുന്ന ചില വാർത്തകളാണ് നമുക്ക് എത്തുന്നത്. മലയാളി നേഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഹൂത്തി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയിരിക്കുന്നു എന്നൊരു വലിയ വാർത്ത, വളരെ ആശാവഹമായ വാർത്ത വന്നിരിക്കുന്നു. ഹൂത്തി നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് സംസാരിച്ചത്. മസ്കറ്റിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂത്തി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്തത്. യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിരുന്നു. അന്നും മറുനാടൻ മലയാളി ഈ വാർത്ത വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഏറ്റവും സമാധാനവും സന്തോഷവും നൽകുന്ന വാർത്തയാണിത്. നമുക്കറിയാം, ഒരു വ്യക്തി താൻ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ അത് പല പല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു തെറ്റ്, അത് കൊന്ന് കളഞ്ഞു പോകുന്ന ഒരു നിമിഷം, ഒരാളെ വധിക്കുന്നത് ശരിയാണെന്നോ ഒരാളുടെ ജീവനെടുക്കാൻ നമുക്ക് എന്തെങ്കിലും അധികാരാവകാശങ്ങൾ ഉണ്ടെന്നോ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഒരാളെ കൊന്നതിനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു സാധ്യതയുടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ, നിമിഷപ്രിയയെ കാത്ത് സ്വന്തം മക്കൾ അവിടെ ഉണ്ട് എങ്കിൽ, ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നിമിഷപ്രിയ കൊല്ലാനുണ്ടായ ഏതെങ്കിലും ഒരു സാഹചര്യം അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വയം രക്ഷയ്ക്കാണ് എങ്കിൽ, അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ രക്ഷപ്പെട്ടു വരേണ്ടിയിരിക്കും. എന്നാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന വിഷയം ചർച്ചയായെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് ദ ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ കഴിയുന്നത് ചെയ്യാമെന്നാണ് ഹൂത്തി നേതാവ് മറുപടി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഇറാന് മാത്രമാണ് ഇടപെടാൻ സാധിക്കുക എന്ന് നമുക്കറിയാം. ഹൂത്തി വിമതർ ധാരാളമുള്ള പ്രദേശമാണ്. നിമിഷപ്രിയ കഴിയുന്നതും ഹൂത്തി മേഖല ആയിട്ടുള്ള ഹൂത്തി വിമതരുടെ കീഴിലുള്ളൊരു പ്രവിശ്യയിലാണ് നിമിഷപ്രിയ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സംയോജനമില്ലാതെ, സപ്പോർട്ടില്ലാതെ നിമിഷപ്രിയയ്ക്ക് മോചനം സാധിക്കില്ല. ഇതുതന്നെയായിരുന്നു എങ്ങനെ ഈ ഹൂത്തി വിമതരെ സംസാരിപ്പിക്കാം, അവരുടെ ചർച്ചയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് തന്നെയായിരുന്നു ഇത്രയും വർഷങ്ങളായി എടുത്തത്. ബ്ലഡ് മണി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത്ര നാൾ നീണ്ടുപോയത് തന്നെ ആ നാട്ടിലെ ഭരണകൂടത്തിൻ്റെ അസ്ഥിരത കൊണ്ട് തന്നെയായിരുന്നു. എന്തായാലും ഹൂത്തി നേതാവ് മറുപടി നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുൻപ് തന്നെ അറിയിച്ചിരുന്നല്ലോ. ഏതായാലും യമനിലെ കൂടുതൽ മേഖലയും ഹൂത്തികളുടെ നിയന്ത്രണത്തിലായതിനാലാണ് ചർച്ചകൾക്ക് ഇറാന്റെ സഹായം ഇന്ത്യ തേടുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകി മോചനം സാധ്യമാക്കാൻ ഈ നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ യമനിൽ തങ്ങുകയാണ് മാസങ്ങളായി. ഇനി കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായി ചർച്ച കൂടി വിജയിച്ചാൽ നിമിഷപ്രിയ മോചിതയാകും. ഈ നിമിഷപ്രിയയുടെ മോചനം കഴിഞ്ഞ ദിവസം രാജ്യസഭയിലൊക്കെ ചർച്ചയായിരുന്നു. ജോൺ ബ്രിട്ടാസ് MP ആണ് രാജ്യസഭയിൽ ഈ കാര്യം ആദ്യം പറഞ്ഞത്. നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൂടെ ഏകദേശം $40,000 കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയെന്നും കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ജോൺ ബ്രിട്ടാസിന് മറുപടി നൽകുകയും ചെയ്തു. ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചർച്ചയ്ക്ക് പവർ ഓഫ് അറ്റോർണിയെ നിയോഗിച്ചിരുന്നു. ഒരു അഭിഭാഷകന്റെ സഹായം വിദേശകാര്യ ഫണ്ട് മന്ത്രാലയം കൊണ്ട് ഉപയോഗിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്ഷൻ കൗൺസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച ബ്ലഡ് മണി യമനിൽ എത്തിക്കാനും സഹായം നൽകി. അതായത് ഒരുപാട് മനുഷ്യരുടെ അധ്വാനം, ഒരുപാട് മനുഷ്യരുടെ സ്നേഹം, ഒരുപാട് മനുഷ്യരുടെ പിന്തുണ, ഒരു ചെയിൻ ഓഫ് ആക്ഷൻ ഇവിടെ കാണാം. എന്തായാലും മോചനം സാധ്യമാക്കാൻ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ നടക്കുന്ന ചർച്ച വിജയിക്കേണ്ടതുണ്ടെന്നും മന്ത്രി രാജ്യസഭയിൽ പറയുന്നുണ്ട്. അതായത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിനൊരു അക്കൗണ്ടബിലിറ്റി വന്നിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. 2017 യമൻ പൗരനായ തലാൽ അബ്ദു മെഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിക്കുന്നു. നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഈ തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുകയായിരുന്നു. എന്നാൽ തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ പോയിരുന്നു. തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തൻ തലവന്മാരുമായൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്നാലും ഈ ചർച്ചകൾ ഒക്കെ ഒടുവിൽ നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. കാര്യം, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു സ്ത്രീയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്വയം രക്ഷയ്ക്കാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ അത് നീതീകരിക്കാവുന്ന ഒന്നായി മാറും. എന്നാൽ നമുക്കറിയാം, യമനെ പോലെ ഒരു രാഷ്ട്രമാണ്, അസ്ഥിരമായ ഭരണമാണ്, നിരവധി ഗോത്രവർഗ്ഗങ്ങൾ ചേർന്ന് ഭരിക്കുന്ന ഒരു പ്രവിശ്യയാണ്. നിമിഷപ്രിയയുടെ ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ കോടതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു അപ്ഡേഷൻ കൂടി വന്നിരിക്കുന്നു. പൂർണ്ണമായ അർത്ഥത്തിൽ മറുനാടൻ മലയാളി ഉൾപ്പെടെ ഏറ്റെടുത്തിരുന്ന ഒരു വിഷയമായിരുന്നു. ആ വിഷയത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന, ആശ നൽകുന്ന ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. എന്തായാലും നിമിഷപ്രിയ മോചിതയാവട്ടെ.